ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കുക്കർ ചിക്കനാണ്. എന്ന് വെച്ചാൽ കുക്കറിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ പുഴുങ്ങിയെടുത്തിട്ട് ഡീപ് ഫ്രൈയും അല്ലാത്ത രീതിയിലുള്ള മീഡിയം ഫ്രൈ ചെയ്ത് എടുക്കാവുന്ന രീതിയിലുള്ളത്. അപ്പോൾ നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ. ഇതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി, സവാള, ഒരു തക്കാളിക്ക, പച്ചമുളക്, വെളുത്തുള്ളി, ശകലം കുരുമുളക്, വിനീഗർ, മല്ലിയില. ഇത്രയാണ് നമുക്ക് ഇത് പേസ്റ്റ് ആക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ പേസ്റ്റ് ആക്കാൻ ഇതിനകത്ത് വെള്ളമല്ല ഉപയോഗിക്കുന്നത്, തൈരാണ്. അപ്പം തൈര് നമുക്ക് ആ അരഞ്ഞെടുക്കുന്ന പരുവത്തിന് പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും നമുക്കൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് ബാക്കി ഐറ്റംസ് ചേർക്കാം. പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കത് അതിന് വേണ്ടുന്ന ബാക്കി മസാലകളും നോക്കാം. കാശ്മീരി മുളകാണ് ഞാൻ ശകലം വെള്ളത്തിൽ ചാലിച്ച് എടുത്തു. ശകലം 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞാൻ ഇത് അരയ്ക്കുന്ന മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് ഞാൻ വിനീഗർ ചേർത്തിട്ടില്ലായിരുന്നു. അപ്പം വിനീഗർ, നാരങ്ങ നീരുണ്ടെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചാലും മതി. വിനീഗർ ഞാൻ കാശ്മീരി മുളക് ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് ചാലിച്ചെടുത്താണ്. വിനീഗറും കൂടി ചേർത്ത് ഉപ്പും പുരട്ടി നമുക്ക് ഫ്രിഡ്ജിൽ മാക്സിമം ഇത് നമ്മൾ തയ്യാറാക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ രാത്രിയിൽ തയ്യാറാക്കി അരപ്പ് പുരട്ടി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെ എടുത്ത് നമുക്ക് തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നെങ്കിലേ അരപ്പ് പിടിക്കത്തുള്ളൂ. ഇത് ഫുൾ ചിക്കൻ ആയതുകൊണ്ട് ഞാനാണെങ്കിൽ ഇത് വൈകിട്ട് തയ്യാറാക്കി അരപ്പെല്ലാം പുരട്ടി വെച്ചിട്ട് രാവിലെയാണ് ഇത് റെഡിയാക്കി എടുത്തത്. നിങ്ങളും കഴിവതും അങ്ങനെ ചെയ്യാൻ നോക്കണം. ഇല്ലെങ്കിൽ വൈകിട്ട് തന്നെ കഴിക്കാൻ വേണമെന്നുള്ളവർ വൈകിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും ഇത്, അല്ലെങ്കിൽ രാവിലെ തയ്യാറാക്കി വെച്ചിട്ട് വൈകിട്ട് എടുക്കുന്നതും ബെറ്ററാണ്. ഇത് എത്ര സമയമാണോ നമ്മളിത് ഫ്രീസറിൽ വെക്കുന്നത് അത്രയും സമയം നമുക്കിത് നല്ലതായിട്ട് തന്നെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് അരപ്പും എല്ലാം പുരട്ടി നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാവുന്ന രീതിയിൽ അരപ്പെല്ലാം പറ്റി. പിന്നെ കാല് കൂട്ടിക്കെട്ടുന്നതെന്ന് വെച്ചാൽ പറന്നു പോകാനൊന്നും അല്ല കാല് കൂട്ടിക്കെട്ടുന്നത്. ഇത് വെന്ത് കഴിയുമ്പോൾ കാല് രണ്ടും 2 സൈഡിലോട്ട് പോകും. അപ്പോൾ ആ 2 സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കാല് ഞാൻ നൂലുകൊണ്ട് ചെറുതായിട്ടൊന്ന് കെട്ടുന്നുണ്ട്. ഞാൻ ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലിത് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, അടിക്ക് പിടിക്കാത്ത കുക്കറായിരിക്കണം, ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് ആവിയിൽ ഒരു 20 മിനിറ്റ്, 5 മിനിറ്റ് നല്ല ഫ്ലെയിമിലും ബാക്കി 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ട് 20 മിനിറ്റ് നമുക്ക് ഇതിനെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. പിന്നെ ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു തക്കാളിക്ക അരിഞ്ഞത്, തക്കാളിക്ക ഇല്ലെങ്കിൽ തക്കാളി സോസ്, മല്ലിയില, സവാള, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പ്, ശകലം ഗരം മസാലപ്പൊടി. അപ്പോൾ ഇത് കുക്കറിൽ വെന്തിട്ടുണ്ട്. എന്നിട്ട് ഈ പീസ് നമുക്ക് ഈ ഫുൾ ചിക്കൻ നമുക്കൊരു പാത്രത്തിലൂടെ എടുത്തിട്ട് ഇതിൻ്റെ ഗ്രേവി അങ്ങ് മാറ്റി വെക്കാം. ഗ്രേവി മാറ്റി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആവശ്യമായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഗ്രേവി മാറ്റി വെക്കാമെന്ന് പറഞ്ഞത്. അപ്പം ചീനിച്ചട്ടി ചൂടായി, നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് പൊടി ഐറ്റംസ് ചേർക്കണം. പൊടി ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ശകലം മല്ലിപ്പൊടി. ഈ പൊടി ഐറ്റംസ് ചേർത്തിട്ട് ഒരു ശകലം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ കുക്കറിൽ വേവിച്ച് വെച്ച ഗ്രേവി ഉണ്ടല്ലോ, ആ ഗ്രേവിയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ ഗ്രേവി ഒഴിച്ച് കൊടുത്തിട്ട് കഴിഞ്ഞ് ഒന്ന് തിളച്ച് വന്ന് ചാറ് കുറുകുമ്പോൾ നമുക്ക് സോയാ സോസും ചില്ലി സോസും ടൊമാറ്റോ സോസും നമുക്ക് ആവശ്യത്തിന് 2 ടീസ്പൂൺ വെച്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മൾ കോഴി ഇതിന് വേണ്ടി മേടിക്കാൻ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ കോഴി നോക്കി മേടിക്കണം. വലിയ കോഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാത്രത്തിൽ ഇത് എടുക്കാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പം ചെറിയ കോഴിയെ നോക്കി മേടിക്കുക. അപ്പോൾ ഞാൻ എല്ലാത്തിനും 2 ടീസ്പൂൺ വെച്ചാണ് എടുത്തേക്കുന്നത്. ഗ്രേവി ഒഴിച്ചിട്ട് ഈ
സോസും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി നമുക്കറിയാമല്ലോ കുറുകി വന്ന സമയത്ത് നമുക്ക് ഈ ചിക്കനും കൂടെ ഇട്ടിട്ട് ആ ഗ്രേവി എല്ലാം ചിക്കൻ്റെ പുറത്തും ഇട്ട് നല്ലപോലെ ഗ്രേവിയിൽ കിടന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ശകലം മല്ലിയിലയും കൂടെ വിതറി നമുക്ക് ചൂടോടെ ഉപയോഗിക്കാം. സോസൊക്കെ ചേർക്കുന്നുണ്ട്. എപ്പോഴും നമുക്ക് ഇത് കഴിക്കാൻ പറ്റണമെന്നില്ല, എല്ലാ ദിവസവും കഴിക്കുന്ന സാധനമല്ല. അപ്പോൾ സോസ് ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാം. അപ്പം വല്ലപ്പോഴും ഒക്കെ മാസത്തിലൊരിക്കലൊക്കെ ഇതുപോലൊക്കെ വെച്ച് വെറൈറ്റി ഡിഷസൊക്കെ വെച്ചിട്ട് പിള്ളേർക്കും കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്നും വലുതായിട്ട് ഹോട്ടലിലൊന്നും പോകാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കും. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക.